കാട്ടാക്കട മണ്ഡപത്തിൻകടവ് കുന്നിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് സമീപത്ത് റബ്ബർ പുരയിടത്തിൽ അജ്ഞാത ജീവിയെ കണ്ടെത്തിയതായി ദുരൂഹതയുണർത്തി. ഇത് പുലിയാണെന്ന സംശയത്തെ തുടർന്ന് വിവരം വനം വകുപ്പിനെ അറിയിച്ചു. തുടർന്ന് നടന്ന പരിശോധനയിൽ ലേബിനത്തിൽപ്പെട്ട നായയെന്ന് തിരിച്ചറിഞ്ഞു. അജ്ഞാത ജീവിയെ കണ്ടെന്ന പുരയിടത്തിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ഇവിടെ റബ്ബർ തൈ നട്ടിട്ടുള്ളത് കാരണമാണ് CCTV സ്ഥാപിച്ചത്. ഇതിലാണ് അജ്ഞാത ജീവിയെന്ന് കണ്ടെത്തിയത്. മൊബൈലിൽ ഈ ദൃശ്യം കണ്ടതോടെ അദ്ദേഹം അതിന് 4 സെക്കൻഡ് കട്ട് ചെയ്ത് സമീപത്തെ ക്ഷേത്രത്തിൽ അയച്ചു കൊടുക്കുകയായിരുന്നു. പരിശോധനയ്ക്കായിട്ട് ക്ഷേത്രക്കാരാണ് വനം വകുപ്പിനെയും പോലീസിനെയും അറിയിച്ചത്. RRT സംഘം സ്ഥലത്തെത്തി തുടർന്ന് പുലിയല്ലെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചു. ലേബനത്തിൽപ്പെട്ട നായയെന്ന് വിശദീകരണം നൽകി. വള്ളിപ്പുലി അതുമായി ബന്ധപ്പെട്ടൊരു നിഗമനമാണ് നമുക്കുള്ളത്. പക്ഷേ ഇപ്പോൾ പട്ടിയെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് അവരെ വിളിച്ചറിയിച്ചു. അവർ പരിശോധിച്ച് കാൽപ്പാട് വെച്ചാണല്ലോ പരിശോധിച്ച് സ്ഥിരീകരിക്കാൻ വേണ്ടിയാണ് അവരെ അറിയിച്ചത്. അങ്ങനെ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് വന്നു. ഇപ്പോൾ അവർ ക്യാമറ പരിശോധിച്ചപ്പോഴാണ് എന്തോന്ന് ലാബിനത്തിൽപ്പെട്ട പട്ടിയെന്നാണ് പറയുന്നത്. തൊട്ടടുത്ത് നെയ്യാർ ഡാമല്ലേ, നെയ്യാർ ഡാം അമ്പൂരി. അപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോകുന്ന ഇടതുകര കനാൽ. അപ്പോൾ വനാതിർത്തിയായി ബന്ധപ്പെട്ട പ്രദേശമായതുകൊണ്ട് അവിടുന്ന് വരാൻ സാധ്യതയുണ്ട്. ഇതോടെ നാട്ടുകാരുടെ ആശങ്ക ഒഴിവായി. GTV ന്യൂസ്, കാട്ടാക്കട.